എന്തോ ഒരു ഡൗട്ട് തോന്നി. പുള്ളിയുടെ വരവ് ഒരു ഹെവി സ്പീഡായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങ് ഒതുക്കി ഒതുക്കിയിട്ട് പുള്ളി ഒന്ന് ബാക്കിൽ വന്ന് ഒറ്റയടി. വണ്ടിയുടെ ആള് അപ്പുറത്ത് കടയിൽ ഇരിക്കണ്ടായിരുന്നു. പ്രായമുള്ള ഒരാളാണ്. പുള്ളി അതിൻ്റെ ഇടയിൽ കൂടി പോകുന്നു. ഇടി ഇത്തിരി ഹെവി ഇടിയായിരുന്നു. എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ടയർ ആക്സിലേക്ക് ഒടിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ടി പതിയെ എടുത്താലോ എന്ന് ആലോചിച്ചിട്ട് ബാക്കിൽ നോക്കുമ്പോഴാണ് ഈ വരവ് കാണുന്നത്. അപ്പോൾ ഹെവി സ്പീഡിലാണ്. നമസ്കാരം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ജീപ്പ് ഈ വെർണ കാറിൽ ഇടിക്കുകയായിരുന്നു. ഈ കാറിൻ്റെ പിന്നിലാണ് ഇടിക്കുന്നത്. തൃപ്പൂണിത്തുറ ഭാഗത്ത് നിന്നും പുതിയകാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ 2 കാറുകളും. വെർണ കാറ് റോഡിൻ്റെ ഇടതുവശത്തു കൂടി പോവുകയായിരുന്നു. ഇതിനെ മറികടക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വെർണ കാറിൻ്റെ പുറകിലിടിക്കുകയും ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അതിൻ്റെ പിന്നിലത്തെ ടയറിൽ ഇടിച്ച് ആ വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞിട്ടുണ്ട്. അതിലിടിച്ചതിന് ശേഷം ജീപ്പ് 2 കരണം മറിഞ്ഞതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ഈ മതിലിലേക്ക് ഇടിക്കുകയായിരുന്നു. ഈ മതിലിടിച്ച് മതിൽ തകർന്നു. മതിൽ തകർന്നതിന് ശേഷം വീണ്ടും ഇവിടുന്ന് മുന്നിലേക്ക് മറിഞ്ഞ് നിരങ്ങിപ്പോയി അവിടെ വീണ് കിടക്കുകയാണ്. നല്ല സ്പീഡിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വാഹനത്തിലുണ്ടായിരുന്ന ആൾക്ക് നിസ്സാര പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ കാണാം ഈ വാഹനം പൂർണ്ണമായി തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്തൊരു ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന ആൾക്ക് കയ്യിൽ ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ ആളപായമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏക ആശ്വാസം. അമിത വേഗതയിലായിരുന്നു ഈ വാഹനം വന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ ദിശയിൽ തന്നെ പോവുകയായിരുന്നു ഈ 2 വാഹനങ്ങളും. അതിനിടയിലാണ് ഈ ഹ്യുണ്ടായി കാറിൻ്റെ പിന്നിൽ ഈ ജീപ്പ് വന്നിടിക്കുന്നത്. ഇടിച്ചതിന് ശേഷം സമീപത്തെ മതിലിലേക്ക് ഇടിക്കുന്നു. പിന്നീട് കരണം മറിഞ്ഞതിന് ശേഷം ഇവിടേക്ക് തലകീഴായി മറിഞ്ഞ് നിരങ്ങി വന്ന് വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടൻ വന്നപ്പോൾ എന്താ കണ്ടത്? ഞാൻ വരുമ്പോൾ വണ്ടി ഇങ്ങനെ വട്ടം കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി വണ്ടിയുടെ ആള് അപ്പുറത്ത് കടയിൽ ഇരിക്കണ്ടായിരുന്നു. പ്രായമുള്ള ഒരാളാണ്. പുള്ളി അതിൻ്റെ ഇടയിൽ കൂടി പോകുന്നു. പുള്ളിയുടെ ചോദിച്ചാൽ എന്താ വല്ല ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാകുന്ന വെച്ചാൽ പുള്ളിന് കുഴപ്പമൊന്നുമില്ല. കൈ ഇത്തിരി പൊട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. പുള്ളി വേണ്ട, ആൾ വരുമെന്ന് പറഞ്ഞു. പിന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞു. ആളുടെ പേരൊന്നുമില്ല, ചെമ്പിലുള്ള പുള്ളി കാക്കനാടത്ത് പോയിട്ട് വന്നാന്ന്. അപ്പോൾ ഈ വണ്ടിയുടെ പുറയിലേക്ക് ഇടിച്ചെന്ന് പറഞ്ഞാൽ പുള്ളി സൈഡ് ഒതുക്കിയിട്ടേക്കായിരുന്നു. ഇത് നല്ല സ്പീഡായിരുന്നു. ചേട്ടനെ ഞാൻ വന്നേ. ഞാൻ വിചാരിച്ചു വീട്ടിൽ തേങ്ങ വീടാന്ന് വിചാരിച്ചു. അല്ല, അപ്പോൾ കടയിൽ നിന്ന് ആ ചേച്ചി വിളിച്ചു. നല്ല ഭയങ്കര ചേട്ടൻ. അപ്പോൾ ആ കടയിലെ ചേച്ചി എന്നെ വിളിച്ചാണ്. ബിജു ഇങ്ങനെ വണ്ടി ഇടിച്ചിട്ടുണ്ട്, വണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ വെർണ കാറിൻ്റെ ഡ്രൈവർ നമ്മുടെ കൂടെ ചേരുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കും. എവിടെ പോകുമായിരുന്നു നിങ്ങൾ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുമായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാനവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുക്കുകയായിരുന്നു. അപ്പോഴത്തേനും പുറകിൽ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ഈ കോമ്പസ് ജീപ്പ്. അപ്പോൾ എനിക്കൊരു എന്തോ ഒരു ഡൗട്ട് തോന്നി. പുള്ളിയുടെ വരവ് ഒരു ഹെവി സ്പീഡായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങ് ഒതുക്കിയിട്ടും പുള്ളി ഒന്ന് ബാക്കിൽ വന്ന് ഒറ്റയടി. ഇടി ഇത്തിരി ഹെവി ഇടിയായിരുന്നു. എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ടയർ ആക്സിലേക്ക് ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങേ സൈഡ് മതിലുമ്മേ എന്തോ തട്ടിയിട്ടുണ്ടെന്ന് തോന്നണോ, ഇനി അതൊന്നും അറിയില്ല. എന്തായാലും പുള്ളിയുടെ വണ്ടി വന്നിട്ട് പിന്നെ ഇങ്ങനെ 2-3 മലക്കം പറഞ്ഞ് അവിടെ എന്താ പറയുക മതിലേക്ക് ഇടിച്ചു പൊളിച്ച് ഇങ്ങനെ റോട്ടിൽ വന്ന് വീഴും. അപ്പോൾ അത്രേ ആ ഒരു ടൈമിൽ നമുക്ക് അത്രേ ഓർമ്മയുള്ളൂ. എനിക്കൊന്നും പറ്റില്ല. ഞാൻ സ്റ്റിയറിങ്ങിലൊക്കെ മുറുകെ പിടിച്ച് ഞാൻ കാണുന്നുണ്ട് പുള്ളി ഒന്ന് ഇടിക്കുന്നത്. നമ്മളിപ്പോൾ വണ്ടി പതിയെ എടുത്താലോ എന്ന് ആലോചിച്ചിട്ട് ബാക്കിൽ നോക്കുമ്പോഴാണ് ഈ വരവ് കാണുന്നത്. അപ്പോൾ ഹെവി സ്പീഡിലാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒതുക്കി. പക്ഷേ പുള്ളിക്ക് ഉറങ്ങിപ്പോയതോ അല്ലെങ്കിൽ മൈൻഡ് ഔട്ടായതോ എന്തോ ആണ്. അയാൾക്ക് എങ്ങനെയുണ്ട്? അയാൾക്കും വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയ ഇങ്ങനെ ജസ്റ്റ് സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ. പുള്ളി എന്തോ എനിക്ക് അങ്ങനെ അറിയില്ല. പുള്ളി കുറച്ചു നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ട് പിന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. അമിത വേഗതയിലായിരുന്നു എന്ന് തന്നെ നമുക്ക് ഈ വാഹനം കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം പിന്നിൽ വന്ന വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ചതിന് ശേഷമാണ് ഇത് കരണം മറിഞ്ഞ് ഇങ്ങനെ തലകീഴായി മറിഞ്ഞ് കിടക്കുന്നത്. ഡ്രൈവർക്ക് വലിയ പരിക്കൊന്നുമില്ല. കയ്യിൽ ചെറുതായിട്ട് പൊട്ടലുണ്ട്, ചെറിയ മുറിവുണ്ട് എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV, കൊച്ചി.